കണ്ണൂർ കരിവള്ളൂർ സ്വദേശിനി പോലീസ് ഉദ്യോഗസ്ഥയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പോലീസ് ഉദ്യോഗസ്ഥയായ ദിവ്യശ്രീ വിവാഹമോചനത്തിൽ ഉറച്ചു നിന്നതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് ഭർത്താവ് രാജേഷിൻ്റെ മൊഴി. അരുൺ പാറക്കൽ നമുക്കൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ശരിക്കും മറ്റു വിവരങ്ങൾ ഇയാൾ രാജേഷ് പോലീസിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദിവ്യശ്രീയുടെ വീടിന് മുന്നിലാണ്. കണ്ണൂർ കരിവള്ളൂരിലെ വീടിന് മുന്നിലാണ്. ഇവിടെയാണ് ഈ കൊലപാതകം നടന്നത്. ഈ ഗേറ്റിന് സമീപത്ത് വെച്ചാണ് ഈ വീട്ടിൽ നിന്ന് രാജേഷ് ദിവ്യശ്രീയെ വിളിച്ചിറക്കുകയും തുടർന്ന് ഈ ദിവ്യശ്രീയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. അച്ഛൻ വാസുവിനെയും ഇയാൾ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. അച്ഛൻ വാസു ഇപ്പോൾ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലാണ്. 7 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും തിരികെ ചോദിച്ചത് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് രാജേഷ് പോലീസിന് നൽകിയ മൊഴി. പ്രതി ഇപ്പോൾ പയ്യന്നൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. വിവാഹമോചനത്തിൽ ദിവ്യശ്രീ ഉറച്ചു നിന്നതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ ഭർത്താവ് രാജേഷ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പുതിയ തെരുവിലെ ബാറിൽ വെച്ചാണ് പോലീസ് ഈ രാജേഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കൊലപാതകത്തിന് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. തുടർന്ന് ബാറിലാണ് ഇയാൾ എത്തിയത്. മദ്യപിച്ചിരിക്കുന്നതിനിടയിൽ പോലീസ് വളഞ്ഞ പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇന്നലെ ഈ ദിവ്യശ്രീയും രാജേഷും തമ്മിലുള്ള വിവാഹമോചന കേസ് കോടതിയിലുണ്ടായിരുന്നു. അതിനുശേഷം കൗൺസിലിംഗും ഉണ്ടായിരുന്നു. ഈ കൗൺസിലിംഗിനിടയിൽ ദിവ്യശ്രീ വിവാഹമോചനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി പോലീസ് ഈ കൗൺസിലറോട് പറഞ്ഞു. ഇതൊക്കെ പ്രകോപനത്തിലേക്ക് നയിച്ചു, കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും രാജേഷ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന ഈ വീട്ടിൽ, അതായത് ദിവ്യശ്രീയുടെ വീട്ടിൽ പോലീസ് പയ്യന്നൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പ്രാഥമികമായ അന്വേഷണങ്ങളൊക്കെ തന്നെ നടത്തുകയാണ്. ഈ പ്രദേശവാസികളോടും അയൽവാസികളോടുമൊക്കെ വിവരങ്ങൾ ആരായുന്നുണ്ട്. ഈ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്ഥലം ദിവ്യശ്രീയുടെ അച്ഛൻ വാങ്ങിയ സ്ഥലമാണ്. ആ സ്ഥലം രാജേഷിൻ്റെ പേരിലേക്ക് എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം ഈ പണവും സ്വർണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ കൊലപാതകത്തിലേക്ക് കാരണമായെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത്